കൊച്ചിയിൽ പട്ടാപ്പകൽ ബസ്സിൽ കൊലപാതകം. കളമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. കൃത്യം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, എപ്പോഴായിരുന്നു കൊലപാതകം? ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? പ്രതിക്കായുള്ള അന്വേഷണം എത്രത്തോളമായി? ദൃശ്യ ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് നാട്ടിലെ നടുക്കിയ സംഭവം ഉണ്ടായത്. പട്ടാപ്പകൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിലേക്ക് കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. വൈറ്റിലയിൽ നിന്നും കളമശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ആസ്ത്ര എന്ന് പറയുന്ന ബസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കളമശ്ശേരിയിൽ അവസാന സ്റ്റോപ്പിലേക്ക് ബസ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പ്രതി ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി ബസിന്റെ ഡോർ ഭാഗത്ത് നിൽക്കുകയായിരുന്ന കണ്ടക്ടർ അനീഷിന്റെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നെഞ്ചിനുള്ളിൽ മാരകമായി മുറിവേറ്റ അനീഷ് ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. അനീഷിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതി ഉടൻ തന്നെ ഈ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബസ്സിനുള്ളിൽ നിന്നുള്ള CCTVയും സമീപ പ്രദേശങ്ങളിലെ കടകളിൽ നിന്നുമൊക്കെ ശേഖരിച്ചിട്ടുള്ള CCTVകളിൽ നിന്നും പ്രതിയെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ പ്രതി ആരാണെന്നുള്ള എന്താണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ, ഏകദേശ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ പ്രതി ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ള ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കണ്ടക്ടറുമായി പ്രതി എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ, കണ്ടക്ടറുടെ സമീപ സ്ഥലങ്ങളിൽ ഈ പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ ബസ് സർവീസിന്റെ അവസാന സ്റ്റോപ്പിലേക്ക് എത്തുന്ന സമയമായതുകൊണ്ട് തന്നെ ബസ്സിൽ കാര്യമായി ആളുകളില്ലായിരുന്നു. ചുരുക്കം ചില യാത്രക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ കടകൾ ഒക്കെ നടത്തുന്ന ആളുകളിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ വിവരങ്ങളും പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യം മിഥുൻ, ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്? ബസ്സിൽ ചുരുക്കം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന സ്റ്റോപ്പിലേക്ക് ബസ് എത്തുകയായിരുന്നു. ഏകദേശം തൊട്ടടുത്ത് തന്നെ ബസ് എത്തി. അവസാന സ്റ്റോപ്പിന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരെയാണ് ബസ് സർവീസ് നടത്തുന്നത്. HMT ഭാഗത്തേക്ക് ബസ് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചുരുക്കം ചില ആളുകൾ മാത്രമായിരുന്നു ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ബസ്സിനുള്ളിലേക്ക് പ്രതി അതിക്രമിച്ച് കയറി ഡോർ ഭാഗത്ത് നിൽക്കുകയായിരുന്ന, വാതിലിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്ന പ്രതിയുടെ നെഞ്ചിനുള്ളിലേക്ക് കത്തിക്കൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിച്ചത്. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അവരിൽ നിന്നും കൂടുതൽ മൊഴികളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ സമീപ പ്രദേശങ്ങളിൽ ഈ കണ്ടക്ടറെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാവുന്ന ആളുകളുണ്ട്, കട നടത്തുന്ന ആളുകളൊക്കെയുണ്ട്. അവരിൽ നിന്നാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതി ഈ ഭാഗത്ത് എത്തുകയോ കണ്ടക്ടറുമായി ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയോ സംഘർഷമുണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. പക്ഷേ ചില ആളുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പെൺകുട്ടിയെ ശല്യം ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ആൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രകോപനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഘർഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ബസ്സിനുള്ളിൽ ആളുകൾ കുറവായതുകൊണ്ട് തന്നെ അധികം ആളുകളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും കൃത്യമായി അന്വേഷണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. വാതിലിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്ന പ്രതി കണ്ടക്ടർക്ക് നെഞ്ചിലേക്ക് കത്തിക്കൊണ്ട് കുത്തി ഉടൻ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ബസ്സിനുള്ളിൽ അധികം സമയം ചെലവഴിക്കാതെ തന്നെ പ്രതി പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങളിലാണ് ഈ ആളുടെ മുഖം വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ കടകൾ, ഹോട്ടലുകൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTVകൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബസ്സിനുള്ളിൽ നിന്നും ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് തന്നെ കളമശ്ശേരിയുടെ ചുറ്റുവട്ടത്ത് തന്നെ പ്രതി ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ പരിശോധനയും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകോപന കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഈ പട്ടാപ്പകൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അരിൻ കൊലപാതകത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് നഗരം. ഉച്ചയ്ക്ക് 12:30-ക്കാണ്, പട്ടാപ്പകലാണ് ഇങ്ങനൊരു കൊലപാതകം ഓടിക്കൊണ്ടിരുന്ന ബസ്സിനുള്ളിൽ കളമശ്ശേരിയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ നടുക്കത്തിൽ തന്നെയാണ് സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ. ദൃശ്യം
കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിലാണ് സ്വകാര്യ ബസ് കണ്ടക്ടറെ നടു റോഡിൽ വെച്ച് ബസ്സിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയത്.